ഹായ് എവ്രി വൺ. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡറി മാർക്കറ്റ്. പ്രീവിയസ് ക്ലാസ്സിൽ പ്രൈമറി മാർക്കറ്റ്, 2 മാർക്കറ്റാണ് ഉള്ളത്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. അതിൽ നമ്മൾ പ്രൈമറി മാർക്കറ്റ് ഓർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് സെക്കൻഡറി മാർക്കറ്റ്? സെക്കൻഡറി മാർക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ഓൾസോ നോൺ ആസ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ എങ്ങനെയാണ് സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ട്രേഡിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അതേപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് മീനിങ്, സെക്കൻഡറി മാർക്കറ്റിൻ്റെ മീനിങ് നോക്കാണ്ട്, അതേപോലെ തന്നെ പ്രൈമറി മാർക്കറ്റും അതേപോലെ സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ദെൻ സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റോക്ക് മാർക്കറ്റ് റെപ്രസെൻറ്റ് ദ സെക്കൻഡറി മാർക്കറ്റ് വെർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി മാർക്കറ്റിൽ ഒരു പുതുതായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഷെയർസ് ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് പ്രൈമറി മാർക്കറ്റ് ഓർ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞു. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ട്രേഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് നമ്മൾ പിന്നീട് ഏത് മാർക്കറ്റിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് കമ്പനി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു, കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഷെയർസ് ഏത് മാർക്കറ്റിലായിരിക്കും ഇഷ്യൂ ചെയ്യാം? പ്രൈമറി ഓർ സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും പ്രൈമറി മാർക്കറ്റിലായിരിക്കും ഇഷ്യൂ ചെയ്യാം. ഇനി ഇഷ്യൂ ചെയ്ത് വീണ്ടും എന്ത് ചെയ്യില്ല, പ്രൈമറി മാർക്കറ്റിൽ വീണ്ടും ഇഷ്യൂ ചെയ്യില്ല. നമ്മൾ പിന്നീട് ഏത് മാർക്കറ്റിലാണ് പോവുക? സെക്കൻഡറി മാർക്കറ്റ്. ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് നമ്മൾ പിന്നീട് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം മാത്രമേ പ്രൈമറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുള്ളൂ. പിന്നീട് നമ്മൾ എല്ലാ ട്രേഡും നടത്തുന്നത് ഏത് മാർക്കറ്റിലായിരിക്കും? സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും. Stock exchanges are organized and regulated market for various securities issued by corporate sector and other institutions. ഈ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്നത് എങ്ങനെയാണ്? ദ ഹെൽപ്പ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ട്രേഡ് ഓർഗനൈസ് ചെയ്യുന്നതും അതേപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരായിരിക്കും? സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയിരിക്കും. കോർപ്പറേറ്റ് സെക്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ ആരായിരിക്കും? സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണുള്ളത്, NSE ആൻഡ് PSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ട്രേഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് വീണ്ടും ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റീസ് ഫസ്റ്റ് ടൈമാണ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് വീണ്ടും ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. പ്രൈമറി മാർക്കറ്റ്, അതിൻ്റെ മീനിങ് പ്ലാറ്റ്ഫോം ടു ഓഫർ സെക്യൂരിറ്റീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ സെക്യൂരിറ്റീസ് ഫസ്റ്റ് ടൈം ആണ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്ലാറ്റ്ഫോമാണ് ഏതെന്ന് പറയുന്നത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് ട്രേഡ് ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ്. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് വീണ്ടും ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്.
പ്രൈമറി മാർക്കറ്റിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ആഫ്റ്റർ മാർക്കറ്റ്. ഇനി പ്രൈമറി മാർക്കറ്റിലെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് ആർ ലിമിറ്റഡ് ആൻഡ് മെയിൻലി ഇൻക്ലൂഡ് IPO ആൻഡ് FPO. പ്രൈമറി മാർക്കറ്റിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് IPO ആൻഡ് FPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങും ഫർദർ പബ്ലിക് ഓഫറിങ്ങും. ഈ രണ്ട് പ്രോഡക്റ്റാണ് നമ്മുടെ പ്രൈമറി മാർക്കറ്റിൽ ഉള്ളത്. ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡ് നടത്തുന്നത്. ഇനി സെക്കൻഡറി മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെനി പ്രോഡക്റ്റ് ലൈക്ക് ഷെയർസ്, വാറൻറ്റ്സ്, ഡെറിവേറ്റീവ് എക്സെട്ര. നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഷെയർസ് ഉണ്ട്, ദെൻ വാറൻറ്റ്സ്, ഡെറിവേറ്റീവ്സ് എക്സെട്ര. അതൊക്കെ സെക്കൻഡറി മാർക്കറ്റിലെ പ്രോഡക്റ്റ് ആണ്. ഇനി ഈ ഒരു പ്രൈമറി മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഓൾ ദ പർച്ചേസസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ് ഹാപ്പൻ ഡയറക്ട്ലി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി മാർക്കറ്റ് പറഞ്ഞപ്പോൾ ക്ലയൻറ്റും കമ്പനിയും, ഇൻവെസ്റ്ററും കമ്പനിയും തമ്മിൽ എന്തുണ്ടായിരിക്കും? ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രൈമറി മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. അവരുടെ ഇടയിൽ ആരുണ്ടായിരിക്കില്ല? ഇൻ്റർമീഡിയറീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവർ ഡയറക്റ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റും കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. But in case of secondary market, the issue is not involved in the trading. നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ആൾ, നമ്മുടെ ഈ ഷെയർസ് ആണെങ്കിലും ഡെറിവേറ്റീവ്സ് ആണെങ്കിലും വാറൻറ്റ്സ് ആണെങ്കിലും ഒക്കെ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ആൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉണ്ടായിരിക്കില്ല. കാരണം ആരുമായിട്ടായിരിക്കും ട്രേഡ് നടക്കുന്നത്? ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറി വഴി ഇൻവെസ്റ്റർ, ഈ രണ്ടാളാണ് കണക്ഷൻ ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ആരുമായിട്ട് കണക്ഷൻ ലിങ്ക് ഇല്ല. ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്ക് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ടാണ് ട്രേഡ് നടത്തുന്നത്. സെക്കൻഡറി മാർക്കറ്റിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ്, ത്രൂ ആൻ ഇൻ്റർമീഡിയറി വഴിയാണ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് നടത്തുന്നത്. ഇനി ഇത് സെല്ല് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ക്യാൻ ബി സോൾഡ് ടു ഇൻവെസ്റ്റേഴ്സ് ജസ്റ്റ് വൺസ് ഇൻ ദ മാർക്കറ്റ്. ഈ സെക്യൂരിറ്റീസ്, പ്രൈമറി മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്ററിന് ഒറ്റത്തവണ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെയിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കൂടുതൽ തവണ എന്ത് ചെയ്യാൻ പറ്റില്ല? സെയിൽ ചെയ്യാനായിട്ട് കഴിയില്ല. ഇൻ കേസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്, ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ആസ് മച്ച് ടൈം. നമുക്ക് എപ്പോഴൊക്കെ സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോഴൊക്കെ ഏത് മാർക്കറ്റിൽ നമുക്ക് നടത്തും? സെക്കൻഡറി മാർക്കറ്റിൽ നമുക്ക് നടക്കും. ഇനി പ്രൈമറി മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടീസ് എന്ന് പറയുന്നത് കമ്പനീസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും അതേപോലെ തന്നെ സെല്ല് ചെയ്യുന്നതും പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയായിരിക്കും? കമ്പനീസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയും ഇൻവെസ്റ്റേഴ്സുമായിട്ട് പ്രൈമറി മാർക്കറ്റിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന്. ഇവർ തമ്മിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രേഡ് നടക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് ബൈ ആൻഡ് സെൽ ദ സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു, അവർ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്നു. ആര് വഴിയായിരിക്കും? ത്രൂ ആൻ ഇൻ്റർമീഡിയറി വഴിയായിരിക്കും ഇൻവെസ്റ്റേഴ്സ് സെല്ലും പർച്ചേസും നടത്തുന്നത്. ഇനി ഈ പ്രൈമറി മാർക്കറ്റിലെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ആരായിരിക്കും? കമ്പനി ആയിരിക്കും അതിൻ്റെ ബെനിഫിഷ്യറി. സെക്കൻഡറി മാർക്കറ്റിലെ ബെനിഫിഷ്യറി ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ദെൻ ഇൻ്റർമീഡിയറി, പ്രൈമറി മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത് അണ്ടർ റൈറ്റേഴ്സ് ആയിരിക്കും. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആര് സബ്സ്ക്രൈബ് ചെയ്യും? അണ്ടർ റൈറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരണ്ടി കൊടുക്കും. അപ്പോൾ ഈ അണ്ടർ റൈറ്റേഴ്സ് ഏത് മാർക്കറ്റിലുണ്ട്? പ്രൈമറി മാർക്കറ്റിലുണ്ട്. ഇൻ കേസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്, അവിടെയുള്ള ഇൻ്റർമീഡിയറി ആരാണ്? ബ്രോക്കറാണ്. സ്റ്റോക്ക് ബ്രോക്കർ, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ബ്രോക്കർ വഴിയാണ് ഈ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡിങ് നടത്തുന്നത്. ഇനി ഈ പ്രൈമറി മാർക്കറ്റിലെ പ്രൈസ്, സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫിക്സഡ് പ്രൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ സെക്കൻഡറി മാർക്കറ്റിൽ ഇൻവെസ്റ്റർ ഫൈൻഡ് ബെസ്റ്റ് പ്രൈസ്. ഇൻവെസ്റ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൈസ് കണ്ടെത്തുന്നത്. ഏത് ടൈമിൽ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യണം, ഏത് ടൈമിൽ പർച്ചേസ് ചെയ്യണം, എത്ര പ്രൈസ് ആകുമ്പോൾ പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഇൻവെസ്റ്റർ ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്, ദ പ്രൈസ് ഈസ് ഓൾസോ ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കും പ്രൈമറി മാർക്കറ്റിൽ. നെക്സ്റ്റ്
ദർ ഇസ് നോ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. നമ്മൾ പ്രൈമറി മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ഇസ് നോ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. അതിൻ്റെ ഓർഗനൈസേഷണൽ സെറ്റപ്പോ അല്ലെങ്കിൽ അതോറിറ്റി ഒന്നും എവിടെ ഉണ്ടായിരിക്കില്ല, പ്രൈമറി മാർക്കറ്റിൽ ഉണ്ടായിരിക്കില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ദർ ഇസ് എ ജിയോഗ്രഫിക്കൽ സെറ്റപ്പ്. സെക്കൻഡറി മാർക്കറ്റിൽ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടായിരിക്കും. കാരണം സെക്കൻഡറി മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണുള്ളത്, NSE ആൻഡ് BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് ജോഗ്രഫിക്കലി സെറ്റപ്പ് ആയിരിക്കും. ഒരു സ്ഥലത്ത് ഒരു ജോഗ്രഫിക്കലി ഫിസിക്കലി ഉള്ള ഒരു സാധനമായിരിക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ദർ ഇസ് നോ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. അതിന് ഇന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ സെറ്റപ്പോ കാര്യങ്ങളൊന്നും പ്രൈമറി മാർക്കറ്റിൽ ഉണ്ടായിരിക്കില്ല. ദെൻ പ്രൈമറി മാർക്കറ്റിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ദർ ഇസ് ലോട്ട് ഓഫ് റെഗുലേഷൻസ് ആൻഡ് ഡ്യൂ ഡെലിജൻസ്. പ്രൈമറി മാർക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ ദർ ഇസ് ലോട്ട് ഓഫ് റൂൾസ് ഉണ്ട്. നമുക്ക് ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ പ്രൈമറി മാർക്കറ്റിലുണ്ട്. സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ ഈ റൂൾസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും. നമ്മുടെ സെറ്റപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇതെന്ന് പറയുന്നത് സെബി ആയിരിക്കും, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അത് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പ്രകാരമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കണം നമ്മൾ ഒബേ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസസ്. പ്രൈമറി മാർക്കറ്റ് വേഴ്സസ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്? സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് റെഗുലർ ഇൻഫർമേഷൻ അബൌട്ട് ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി. സെക്യൂരിറ്റീൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ട് റെഗുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് എത്രയാണ്, അത് എത്ര പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്താൽ ലാഭം ഉണ്ടായിരിക്കും, അതിൻ്റെ പർച്ചേസ് പ്രൈസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ആ സെക്യൂരിറ്റീൻ്റെ വാല്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സെക്കൻഡറി മാർക്കറ്റ് തരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഫങ്ഷനാണ് ഹെൽപ്സ് ടു ഒബ്സർവ് പ്രൈസസ് ഓഫ് ബോണ്ട് ആൻഡ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ബോണ്ടിൻ്റെ പ്രൈസസ് ഒബ്സർവ് ചെയ്യാനും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒബ്സർവ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഓഫേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ് ലിക്വിഡിറ്റി ഫോർ ദെയർ അസറ്റ്സ്. അവരുടെ അസറ്റിൻ്റെ ലിക്വിഡിറ്റി ആര് ഓഫർ ചെയ്യുന്നുണ്ട്? സെക്കൻഡറി മാർക്കറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ വി ക്യാൻ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് ആ സെക്യൂരിറ്റീസിനെ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ ലിക്വിഡിറ്റി, അസറ്റിൻ്റെ ലിക്വിഡിറ്റി ഇൻവെസ്റ്റേഴ്സിന് ആര് ഓഫർ ചെയ്യുന്നുണ്ട്? സെക്കൻഡറി മാർക്കറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. സെക്കൻഡറി മാർക്കറ്റിൽ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴാണോ ക്യാഷിന് ആവശ്യമായിട്ടുള്ളത്, ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷിന് ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ എന്ത് ചെയ്യാം? അവർക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു അവസരം സെക്കൻഡറി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സെക്കൻഡറി മാർക്കറ്റ് ബ്രിങ് ടുഗദർ മെനി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. സെക്കൻഡറി മാർക്കറ്റിൽ നമുക്ക് ഏത് ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിലും എന്ത് ചെയ്യാം? സെക്കൻഡറി മാർക്കറ്റിൽ കയറിയിട്ട് സെക്യൂരിറ്റീസ് വാങ്ങുക, അതിനനുസരിച്ച് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുക, എല്ലാ കാര്യങ്ങളും. ഇന്ന ആൾക്കാർക്കൊന്നുമില്ല, ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏത് പാർട്ടീസിനും എന്ത് ചെയ്യാം? സെക്കൻഡറി മാർക്കറ്റിൽ കയറിയിട്ട് സെക്യൂരിറ്റീസ് സെല് ചെയ്യുക, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ദെൻ ഇറ്റ് കീപ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ലോ. ഈ ഒരു സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ നടത്തുന്ന കോസ്റ്റ്, ട്രേഡ് നടത്തുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ദെൻ റെഗുലർ വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസ്. നമ്മുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലറായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ രാവിലെ 9:30 to 3:30 വരെയാണ് ടൈം. ആ ടൈമിൽ എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റീസ് റെഗുലറായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യാൻ സെക്കൻഡറി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടു പ്രൊവൈഡ് സേഫ്റ്റി ഇൻ ഡീലിങ്സ്. നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസിന് സെക്കൻഡറി മാർക്കറ്റിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് സെക്കൻഡറി മാർക്കറ്റ്,
മാർക്കറ്റ്, നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് വീണ്ടും ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്, ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.